മലൈക്കോട്ടെ വാലിബൻ ഡയറക്റ്റഡ് ബൈ LJP ലിജോ ജോസ് പള്ളിശ്ശേരി. ഞാൻ ലിജോ ജോസ് പള്ളിശ്ശേരിൻ്റെ മുമ്പത്തെ സിനിമയെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അതായത് നൻപകൽ നേരത്തെ മയക്കം ചുരുളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പടമാണ്. സോ ഈ ഒരു സിനിമ അതേപോലെ തന്നെ പ്രത്യേക സിനിമ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ കയറിയത്. സോ അതന്നെ ആയിരുന്നു സിനിമ, വിചാരിച്ച പോലെ അതന്നെ ആയിരുന്നു. ഫുള്ളായിട്ട് മൂപ്പര ഒരു മേക്കിങ്ങിൽ തന്നെ ഒതുങ്ങിയൊരു സിനിമ തന്നെയാണ് ഇത്. പിന്നെ ഈ സിനിമയുടെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ലാലേട്ടനും LJP കൂടെ ഒന്നിക്കുന്നതാണ്. സോ രണ്ടാളും ഈ ഒരു കോമ്പോ ഇന്നത്തെ സിനിമയിൽ വർക്കായിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൂടി തന്നെയാണ് ഞാൻ ഈ സിനിമ കാണാൻ റെഡിയായത്. സോ സിനിമയെ പറ്റി ഫസ്റ്റ് തന്നെ സംസാരിക്കുന്നത് ഫുള്ളായിട്ട് സിനിമ സ്ലോ പേസാണ് ആദ്യം പറയേണ്ടത്. സ്ലോ പേസും പിന്നെ സ്ലോ മോഷനും അങ്ങനെ തന്നെ പറഞ്ഞാൽ പറ്റും. ഈ സിനിമയിൽ സ്ലോ പേസും സ്ലോ മോഷൻ തന്നെ പ്രൈമറി സംഭവമായിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ഈ സിനിമ അധികം ആൾക്ക് ഇഷ്ടപ്പെടാനും ചാൻസ് കുറവാണ്. ഇപ്പം തന്നെ കുറേ മിക്സഡ് റിവ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഹാഫിലോട്ട് കൂടെ തന്നെ ആദ്യം ഞാൻ പറയാം. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് തുടങ്ങിയ പാടനെ ലാലേട്ടൻ്റെ ഇൻട്രോ എല്ലാം കഴിഞ്ഞ് തുടങ്ങിയ പാടനെ എനിക്ക് സിനിമേൻ്റെ ഏകദേശം പോക്ക് മനസ്സിലായി. അതായിരിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും സിനിമേൻ്റെ പോക്ക് എന്ന് മനസ്സിലായി. അത്രക്കും ഭയങ്കര ഇരിക്കുന്ന സ്ലോ പേസ് തന്നെയാണ് സിനിമ പോയത്. സോ സിനിമയിൽ ലാലേട്ടൻ്റെ ഇൻട്രോൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ, ടിനു പാപ്പച്ചൻ ഇൻട്രോനെ പറ്റി പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. തിയേറ്റർ കുലുങ്ങുന്നെല്ലാം പറ്റില്ല ഇൻട്രോ ആണ് മൂപ്പര് പറഞ്ഞില്ലല്ലോ. ഇവിടെ കുലുക്കം പോയിട്ട് ഒരു ഒച്ച വരെ ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് അങ്ങനത്തെ ഒരു ഇൻട്രോ ആണ്. ഞാൻ അത് പോട്ടെ. സോ അതൊക്കെ കഴിഞ്ഞ് അങ്ങനത്തെ ഒരു മൂഡിലായിരിക്കും സിനിമ ഞാൻ മനസ്സിലാക്കി. ഇത് ലിജോ ജോസ് ടിപ്പിക്കൽ ലിജോ ജോസ് സംഭവം തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടത്. ഫസ്റ്റ് ഹാഫ് കണ്ട് കുറച്ച് അങ്ങോട്ടേക്കെല്ലാം എത്തുമ്പോൾ ഇത് ഭയങ്കര ലാഗ് തന്നെയായിരുന്നു. ഭയങ്കര സ്ലോ ലാഗും. ഇത് അങ്ങോട്ടേക്ക് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഇൻ്റർവെൽ സമയം വരെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയിൽ ഭയങ്കര ഈക്കുന്ന സ്ലോ തന്നെയാണ്. ആ ഒരു മൂഡ് തന്നെയാണ് ഞാൻ പ്രതീക്ഷ ഉണ്ടായെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഹാഫ് മൊത്തം കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമ ഇഷ്ടമായി. അതായത് ഫസ്റ്റ് ഹാഫ് ആ ഒരു എനർജിയിലും കാര്യങ്ങളും ആ ഒരു കഥയൊക്കെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ആ ഒരു കഥയിലേക്കെല്ലാം ഞാൻ കുറച്ചിൽ കണക്റ്റായി. കുറച്ച് ലാഗും അങ്ങോട്ടേക്ക് ഇതെന്തോന്നാടെ ഇതെന്നെല്ലാം എനിക്ക് മനസ്സിൽ തോന്നി ഇടയ്ക്കിടയ്ക്കെല്ലാം. പക്ഷേ എന്നാലും ആ ഒരു ഫസ്റ്റ് ഹാഫ് ആ ഇൻ്റർവൽ പഞ്ച് വരെ എനിക്ക് ഓക്കെ തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ആ ഒരു മോഡിൽ കണക്റ്റ് ആയി. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിച്ചത്. സെക്കൻഡ് ഹാഫിലോട്ട് പിന്നെ സിനിമ കടക്കുകയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് കടന്നപ്പം സിനിമ അതേപോലെ തന്നെ ഫസ്റ്റ് എങ്ങനെയാണ് സ്ലോ പേസ് അതുതന്നെയാണ് സിനിമേൻ്റെ സെക്കൻഡ് ഹാഫിലോട്ടും കാണുന്നത്. പിന്നെ ഇതിങ്ങനെ പോയി സിനിമ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. അതായത് ഫസ്റ്റ് ഹാഫ് സിനിമ ഇഷ്ടപ്പെട്ട എനിക്ക് ഈ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെടാണ്ടായി. അങ്ങനത്തെ അവസ്ഥ ഈ സിനിമ. അതായത് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഈ സ്ലോ പേസും സ്ലോ മോഷനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് കണ്ട് നമുക്ക് ഇരിക്കാൻ കഴിയണ്ടേ. ഇത് സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ ഈ സിനിമേൻ്റെ പോക്ക് എക്സ്ട്രീം ലെവലായി. ഈ സിനിമേൻ്റെ കഥയിലേക്ക് കുറേ ലേയേഴ്സും കാര്യങ്ങളുണ്ട്. പ്രേമം, വഞ്ചന, ചതി അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. സോ അതിനകത്തേക്ക് മാറി ഈ സിനിമ സെക്കൻഡ് ഹാഫിലോട്ട്. പിന്നെ അങ്ങോട്ടേക്ക് LJPൻ്റെ മേക്കിങ്ങും കൂടി വന്നപ്പോൾ ഈ സ്ലോ പേസും കൂടി വന്നപ്പോൾ തീരെ സഹിക്കാൻ പറ്റാത്ത എനിക്ക് തീരെ ആ സംഭവം സെക്കൻഡ് ഹാഫ് കണക്റ്റ് ആയില്ല. പിന്നെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു മലൈക്കോട്ടെ വാലിബൻ്റെ. സോ ആ ഒരു ക്ലൈമാക്സ് പോർഷനൊക്കെ ഭയങ്കര വലിയ എന്തോ സംഭവം പോലെയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റും തോന്നിയില്ല. അങ്ങനത്തെ രീതിയിലേക്ക് ആക്കിക്കാനും ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഗംഭീരം തന്നെയായിരുന്നു. പക്ഷേ എന്നാലും ഈ സിനിമ സെക്കൻഡ് ഹാഫ് കൊണ്ട് എനിക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെടാത്ത പോലെ ആയിപ്പോയി. ഇതിൻ്റെ അത് സിനിമയിൽ ഉടനീളം ലാലേട്ടൻ്റെ ഡയലോഗ് പറയുന്നുണ്ട്. ഇനി കാണാൻ പോകാതെ നിജം കേട്ടത് നിജമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് അടിക്കുന്നുണ്ട്. അതേ ആ ഡയലോഗിൻ്റെ അർത്ഥമാണ് എനിക്ക് ഇപ്പോൾ ഈ സിനിമ ഫുൾ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. ആദ്യം കണ്ടത് നിജാന്ന് വിചാരിക്കും, പക്ഷേ ഈ സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ ആയിരിക്കും നമുക്ക് പൊയ്യാന്ന് മനസ്സിലാവും ഫസ്റ്റ് ഹാഫ്. അങ്ങനത്തെ രീതിയൊക്കെ എന്തെല്ലോ ആക്കി വെച്ചിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് സിനിമ ഓവറോൾ ഔട്ട്പുട്ട് നോക്കിയപ്പോൾ എനിക്കും ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് തന്നെയായിരുന്നു. ഞാനും ആ പടം പോലെ കുറേ എന്നെ സംസാരിച്ചില്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. എൻ്റെ ഒരു ജേണി ആ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലോട്ട് ഞാൻ ഫുള്ളായിട്ട് കൺവേ ചെയ്തതാണ് ഈ റിവ്യൂവിൽ. സോ എനിക്ക് ഇങ്ങനെ തോന്നി. ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടപ്പോൾ സെക്കൻഡ് ഹാഫും കൂടി കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഫുൾ ഇഷ്ടം അങ്ങ് തകർന്ന്. സെക്കൻഡ് ഹാഫിലോട്ട് ആ ടെറയും ഫുള്ളായിട്ട് ഒരു എക്സ്ട്രീം ലെവലൊക്കെ ഇവർ പോകാം. സ്ലോ പേസും കാര്യങ്ങളും നമുക്ക് മടുക്കും ശരിക്കും പറഞ്ഞു. ഇത് തീരാത്തതിന് വിചാരിക്കും പണ്ടാരോ അങ്ങനെ തോന്നിപ്പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ബോറടിച്ചു സെക്കൻഡ് ഹാഫൊക്കെ. ഫസ്റ്റ് ഹാഫൊക്കെ ഞാൻ എന്തോ ഒരു ഇതിൽ ആ ഒരു കണ്ടിരുന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയുടെ പോസിറ്റീവ്സിലേക്ക് തന്നെ വരാം. അടുത്തത് പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് 2 പോസിറ്റീവ്സാണ് മികച്ചതായി തോന്നുന്നത്. അതായത് ആദ്യത്തെ ഫസ്റ്റ് പോസിറ്റീവ് തന്നെ പറയാം. അത് ഏറ്റവും മികച്ചൊരു പോസിറ്റീവ് തന്നെയാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഫ്രെയിംസ്, ഈ പടത്തിൻ്റെ ഫ്രെയിംസ് ഒരു രക്ഷയിലാണ് വേണം പറയാം. അത് ടീസറിലും ട്രെയിലറിലും ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ പടത്തിലെ ഓരോ ഫ്രെയിംസും കാര്യങ്ങളും ഓരോ ഷോർട്ട്സും LJPൻ്റെയല്ലോ അതെല്ലാം ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നൈറ്റ്സിലെ ഷോട്ട് ഉണ്ട്. അങ്ങനെ ഓരോരോ 1000 FPS എടുത്ത ഷോട്ടെല്ലാം ഉണ്ട്. ഒരു പൊടിവാർന്നുള്ള സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഗംഭീരമാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്രെയിംസ് കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിനിമയിൽ പോവാം. അങ്ങനെയുണ്ട്. പിന്നെ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് എന്താ വെച്ചാൽ ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ ഈ സിനിമയിൽ ആ ഒരു ക്യാരക്ടറായിട്ട് നല്ല ഇങ്ങനെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമില്ലാണ്ടായി പോകുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ലാലേട്ടൻ്റെ അഭിനയത്തിനെ പറ്റി എനിക്കൊന്നും ഒരു കുറവൊന്നും പറ്റില്ല. നല്ല ഗംഭീരമായിട്ട് എൻ്റെ ക്യാരക്ടർ ഗിടലായിട്ട് ചെയ്തിട്ടുണ്ട്.
പക്ഷേ അവർ ലിൽ ജെ പിൻ്റെ ഒരു മേക്കിംഗ് എനിക്കെന്തോ കണക്ട് ആകുന്നുണ്ട്. മുമ്പത്തെ പടങ്ങളിലെ മൂപ്പരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മേക്കിംഗ് കാര്യങ്ങൾ. പക്ഷേ ഈ പടത്തിൽ എന്തോ മൂപ്പരെ കയ്യിൽ നിന്ന് പോയ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു മേക്കിംഗ് സ്റ്റൈൽ എനിക്ക് അത്രക്ക് പിടിച്ചില്ല. ഫസ്റ്റ് ഹാഫെല്ലാം ഞാൻ ഒരു മൂഡ് കണ്ടതിനെ കൊണ്ട് തന്നെ ഇഷ്ടമായി. പക്ഷേ സെക്കൻഡ് ഹാഫ് ആ ഒരു മൂഡിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയപ്പോൾ ഈ ഫുള്ള് സിനിമ അങ്ങനെ ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നാണ് പറയുക. അതായത് എനിക്ക് ആ ഒരു ലിമിറ്റ് കടന്നപ്പോൾ സത്യം പറഞ്ഞാൽ ബോറടിച്ച്. ഇത് വേഗം തീർന്നിട്ടാണ് പ്രാർത്ഥിച്ച്. ആൻഡ് രണ്ടാം ഭാഗം കൂടി വരുന്നു. രണ്ടാം ഭാഗത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. മൂപ്പരെ എൽ ജെ പിൻ്റെ പടമാണ്. സോ ഇങ്ങനെ ആയിരിക്കണമല്ലോ. സോ ഇങ്ങനെയാണ് ഈ സിനിമേൻ്റെ അവസ്ഥ. സോ ആസ് ആൻ എൽ ജെ പി ഫിലിം ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് തന്നെയാണ്. അതായത് ഒരു കുട്ടി ഒരു മാവിൻ്റെ മേലെ മാങ്ങ കാണും, നല്ല തിളങ്ങുന്ന മാങ്ങ. അത് കല്ലെറിഞ്ഞ് പറിച്ചിട്ട് അത് ആദ്യം നോക്കുമ്പോൾ നല്ല മാങ്ങയായിരിക്കും, പക്ഷെ ആ മാങ്ങ തിരിച്ച് നോക്കുമ്പോൾ ഫുൾ കേടായിരിക്കും. അതേപോലത്തെ അവസ്ഥ എനിക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ നല്ല ഈക്കൻ ഇഷ്ടപ്പെട്ടു. ആ മാങ്ങ ഫസ്റ്റ് കണ്ട പോലെയായി. പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് വന്നപ്പോൾ ആ മാങ്ങ തിരിഞ്ഞ് നോക്കിയാൽ ചീന മാങ്ങ കണ്ടല്ലോ, അതേപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടയ്ക്കിടയ്ക്ക് ഇവർ പകിട് കളിക്കുന്ന സൗണ്ടെല്ലാം ആക്കുന്നുണ്ട്. അതായത് ഡ്രംസ് കൂട്ടുന്ന സൗണ്ടൊക്കെ ആക്കുന്നുണ്ട്. ഒരു നാടകം പോലെ ഈ പടം മൊത്തം പോകുന്നത് ഫുള്ളായിട്ട്. അത് പറഞ്ഞാൽ ഒരു നാടകം പോലെ. നിങ്ങൾ മുമ്പത്തെ ഈ മലയാള സിനിമകൾ കാണുന്ന പോലത്തെ പടമല്ല. ആസ് എൽ ജി പി ഫിലിം ആണല്ലോ. അപ്പം ഫുള്ളായിട്ട് ഡിഫറൻറ്റ് ഇത് തന്നെയാണ്. അതായത് കുറച്ച് ഒരു ഫ്രെയിമിൽ കുറച്ച് ക്യാരക്ടേഴ്സ് നിർത്തിയിട്ട് നാടകം കളിപ്പിക്കുക. അങ്ങനത്തെ പരിപാടിയാണ് ഫുൾ ഈ ഒരു സിനിമയിൽ ഫുൾ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന്. കണ്ടവർക്ക് മനസ്സിലാവും സംഭവം. സോ അത്രേ പറയാനുള്ളൂ. ഞാൻ ഭയങ്കര ഡിസപ്പോയിൻ്റ് തന്നെയാണ് പടം കണ്ടപ്പോൾ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കണ്ടോക്കോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.